ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അപ്പാനി ശരത്തും ഷാനവാസും കൂടി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവില്. ഇതില് ഷാനവാസ് അപ്പാനിയോട് പറയുന്നുണ്ട്, നീ അക്ബറിന്റെ കരുവാണ്ട. അവൻ ഇവിടെ വന്നപ്പോ ആദ്യം നോക്കിയത് ആരെയൊക്കെ വെട്ടി നികത്താം എന്നാണ്. അതില് ഞാൻ വീണില്ല. നീ ആയിരുന്നു അവന്റെ കരു. നീ ഇപ്പോഴും അവന്റെ കരുവാണ്. നീ അവന്റെ കരു ആയിക്കൊണ്ടേയിരുന്നോ. പോഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കില്ല. നീയൊക്കെ എന്നെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചതും ഒക്കെ എനിക്കറിയാം. ഞാൻ വിഷമിച്ച അത്രയും ഇവിടെ വേറെ ആരും വിഷമിച്ചിട്ടില്ല. നീയൊക്കെ എന്നെ പറ്റി തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും മനസ്സില്. ഇതേ ജിസയിലെ ഈ ഇരിക്കുന്ന മനുഷ്യനുമായിട്ട് എനിക്ക് ഒരു വ്യക്തിവൈരാഗ്യവും ദേഷ്യമൊന്നുമില്ല. ആകെ ഒരു തവണ എന്റെ മുഖത്ത് നോക്കി ഇക്ക എന്നോട് പറഞ്ഞു, നീ ആരടാ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. തിരിച്ചും ഞാനത് ചോദിച്ചു. അതേ ഞാൻ ആകെ ചെയ്തിട്ടുള്ള ഒരു തെറ്റെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിനുശേഷം ടാസ്ക് ലെറ്റർ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഡിസ്കഷൻ അവിടെ വെച്ച് നിൽക്കുന്നുണ്ട്. ഷാനവാസും അപ്പാനി ശരത്തും കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. തുടക്കം മുതലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. വാഷ്റൂമിലേക്ക് പോകുന്ന ആ ഒരു കോറിഡോറിന്റെ അവിടെ വെച്ച് ഷാനവാസിന്റെ കയ്യിൽ പിടിച്ച് അപ്പാനി ശരത്ത് സോറി എന്ന് പറയുന്നുണ്ട്. സോറി പറഞ്ഞാൽ തീരുന്നതല്ല എന്റെ പ്രശ്നമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാനവാസിന്റെ ഗെയിമാണ്. അപ്പാനി ശരത്തിനെ മാനസികമായി ഓൾറെഡി പുള്ളി തളർത്തി. ഇനി ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഇത് വെച്ച് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. ആർക്കും അറിയാൻ മേലാത്ത പല കാര്യങ്ങളും പുള്ളിക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ സംസാരിച്ച് സോൾവ് ആക്കാൻ പോലും ഷാനവാസ് തയ്യാറാവാത്തതിന്റെ റീസൺ ഒരുപക്ഷെ ഇതായിരിക്കാം. ഇത് വെച്ച് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് വരാൻ വേണ്ടി ആയിരിക്കാം. ഇപ്പൊ കുറച്ചു മുമ്പ് ലൈവ് നടന്നതാണ്. ആ ഒരു ബെഡ്റൂം ഏരിയ വെച്ച് രേണുസുതി ഇരിക്കെ അപ്പാനി ശരത്ത് സോൾവ് ആക്കാനായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഷാനവാസ് എണീറ്റ് പോകുന്നുണ്ട് അവിടുന്ന്. ഇതൊക്കെയാണ് പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും